നമുക്ക് ഒരു എണ്ണ കാഴ്ച അത് മോന് കൊടുത്തയക്കാനായിട്ട്. മോന് കൊടുത്തയക്കാന്ന് മാത്രമല്ല കേട്ടോ, ഞങ്ങളൊക്കെ ഈ എണ്ണ തേക്കുക. ഇത് തേക്കുമ്പോൾ നല്ലതാണ്, മുടിയൊക്കെ വളരും. അങ്ങനെയൊക്കെ തൊട്ട് അമ്മ പറഞ്ഞത് കേട്ടോ. അമ്മ പറഞ്ഞത് ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തരാറ്, വെളിച്ചെണ്ണ കഴിച്ചിട്ട് അമ്മ ഉണ്ടാക്കി തരാറ് പതിവ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി. അപ്പൊ അതിൽ തുളസിയും കറിവേപ്പിലയും നമ്മുടെ പനിക്കൂർക്കയില, പിന്നെ കറ്റാർവാഴ, പിന്നെ ഉലുവ, പിന്നെ കുരുമുളക് ഇല്ല മുഴുവൻ, അപ്പൊ പൊടിയുണ്ട്. അപ്പൊ കുറച്ച് പൊടി, പിന്നെ ദന്തപാലയല്ല നല്ലതാണ്. പക്ഷെ ദന്തപാലയല്ല വീട്ടിൽ പോയപ്പോ അമ്മോട് പറഞ്ഞാൽ പൊട്ടിക്കാൻ മറന്നു. അപ്പൊ അത് ഇട്ടിട്ടില്ല. നാളെ നോമ്പ് വേണം, കാരണം പിന്നെ അത് നാളേക്ക് വെക്കാൻ പറ്റില്ല, നാളെ കാച്ചണം. അപ്പൊ അത് നമുക്ക് കാച്ചാം. ഇത് ഞാനേ ഇതിന്റെ ജെല്ല് മാത്രം എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ മോള് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട അമ്മ, ഇതിനെ മൊത്തത്തിൽ അരിഞ്ഞിരുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ പക്ഷെ കഴിഞ്ഞ ദിവസം ചെയ്യുമ്പോ അമ്മ ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തു. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ചെയ്യണ്ട അമ്മ, ഇത് സുഖ മിക്സിയിൽ പൊടിച്ചാൽ മതിയാണ്. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞ പോലെ ചെയ്യാൻ മതി. ഇത് അടിക്കാം, മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് ചീനച്ചട്ടി ഇരുമ്പിന് ചട്ടി ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് കാച്ചാറ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചിട്ട് നോക്കാം. വേപ്പില കൂടുതൽ കൂടി ഉള്ള കാരണം വേപ്പില കൂടുതൽ എടുത്തു. അപ്പൊ ഒരു വട്ടം അടിച്ച് വെക്കാം കേട്ടോ. 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീഞ്ചട്ടി ഇങ്ങനെ 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് ചീനിട്ട് ചൂടായി, വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ അടിച്ചതായിരിക്കും ഇടാം. പിന്നെ കുറച്ചുകൊണ്ട് അരയ്ക്കാനുണ്ട്, അതുകൊണ്ട് അരച്ചിട്ട് അപ്പൊ ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. ചൂടായി വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. ചൂടാവട്ടെ, ചൂടായി വരുന്നുള്ളൂ, ചൂടായിട്ടില്ല. ഞാൻ പക്ഷെ ഇപ്പൊ അടുത്തുകൊണ്ട് അരക്കണല്ല, കാരണം ഇപ്പോഴില്ല. വെളിച്ചെണ്ണ ചൂടായിട്ടാ. അപ്പൊ ഇനി നമുക്കതൊരു പൈലെടുത്ത് ഒന്ന് ഇളക്കട്ടെ. കണ്ടതിന് ചൂടായപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണം. ഇത് ഇങ്ങനെ നന്നായി മുരിയട്ടോ. മുരിഞ്ഞിരുമ്പോൾ നല്ല മണമുണ്ടാവും. ഈ വെളിച്ചെണ്ണ ഒരു കളറ് മാറിയിട്ട് ഇത് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നല്ലോ, ഈ വെളിച്ചെണ്ണ ഈ കളറാവും. എന്താ പറയാ, നമ്മൾ ഈ ഇട്ടതൊക്കെ മൊരിഞ്ഞ് വരുമ്പോഴേ ഇത് ആയിട്ടില്ല, ഇനി ഉണ്ടാവാനായിട്ട് കുറച്ചും കൂടി നന്നായി മൊരിഞ്ഞ് വരണം. ഇപ്പൊ തന്നെ ഇതെങ്ങനെ ആ പതയൊക്കെ വേണ്ട, അങ്ങനെ ഇതാവണില്ലേ, ഇനി അതൊക്കെ നിൽക്കും. അപ്പൊ ഇതൊക്കെ ഒന്നും കൂടി കറക്കും, ഈ കൊട്ടിനൊക്കെ ഒന്നും കൂടി കറക്കും. ഇങ്ങനെ കണ്ട അതിന്റെ പതയൊക്കെ മാറി ഇപ്പൊ ഇങ്ങനെ നന്നായി കൊറ്റനൊക്കെ മുരിഞ്ഞു. നമുക്ക് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാലേ നമുക്ക് ഓഫാക്കാം. നമുക്കത് ചൂടാറുമ്പോ അരിച്ചെടുത്ത് അതിന്റെ കൊറ്റനെ കൊട്ടിയിട്ട് നീരെടുത്ത്, കൊട്ടന് പിഴിയാനൊന്നും പറ്റില്ല, അത്രയും ഉണ്ടായിട്ട് കിട്ടും നമുക്ക്, നന്നായി കിട്ടും. എന്നിട്ട് നമുക്ക് കുപ്പിയിലാക്കാം. കൂടാതെ ഇനി നമുക്ക് വെള്ളം ഇല്ലാണ്ടേ പാത്രത്തിലേക്ക് നമുക്കത് മാറ്റാം. വെള്ളം എണ്ണ മുഴുവൻ ഇങ്ങനെ ഊറി വരട്ടെ. ഇത് നമുക്ക് നാളെ അത് കുപ്പിയിലേക്ക്. അപ്പൊ ചൂടാറിയിട്ടുണ്ട്, എന്നാലും ഈ വെളിച്ചെണ്ണ മുഴുവൻ അങ്ങനെ ഒറ്റ വീണട്ടെ. നമുക്കത് നാളെ കുപ്പിയിലാക്കാം. ഓക്കെ ഈ വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് ഇതിലത്ത് കഴിയുമ്പോ ഇതിനടുത്ത് ഇതിലൊഴിച്ചിട്ട് തേക്കും. അങ്ങനെയാണ് ഞങ്ങൾ വരുമ്പോ തേക്കും. വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ്. അതെന്താ പല വിലയും കൂടി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ